നീരുള്ളതും മാംസളവുമായ പൊട്ടുവെള്ളരി, ഷമാം, കുക്കുംബർ, തണ്ണിമത്തൻ എന്നിവ കൃഷി ചെയ്ത് 100 മേനി വിജയം കൊയ്യുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗവും ഭർത്താവും. മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനിയും ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണനുമാണ് മാതൃകയാകുന്നത്. നീരുള്ളതും മാംസളവുമായ വെള്ളരി ഇനത്തിൽപ്പെട്ട പൊട്ടുവെള്ളരി, ക്ഷമാം, കുക്കുംബർ, തണ്ണിമത്തൻ എന്നിവ കൃഷി ചെയ്ത് 100 മേനി വിജയം കൊയ്യുകയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനിയും ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണനും. ഇവ കൂടാതെ പയർ, പടവലം, ചീര, പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികളും ഇവരുടെ കൃഷിയിടത്തിലുണ്ട്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ASI ആണ് മാന്നാർ വിഷവർഷേരിക്കര പട്ടരുമഠത്തിൽ ബാലകൃഷ്ണൻ. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് പ്രതിനിധിയാണ് ശാന്തിനി ബാലകൃഷ്ണൻ. ഒഴിവു സമയങ്ങളിൽ കൃഷിസ്ഥലത്തായിരിക്കും ഇവർ. ബന്ധുവും കുടുംബസുഹൃത്തുമായ വിഷവർഷേരിക്കര പുത്തേത്ത് ലാലുവാണ് കൃഷിക്ക് വേണ്ട സഹായങ്ങൾ നൽകി വരുന്നത്. മാന്നാർ കൃഷി ഓഫീസർ PC ഹരികുമാർ ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകുന്നു. ബാലകൃഷ്ണന്റെ സുഹൃത്തായ വാന്യത്തക്കതിൽ ഉണ്ണികൃഷ്ണന്റെ 80 സെന്റ് ഉൾപ്പെടുന്ന 1 ഏക്കർ സ്ഥലത്താണ് ഇവരുടെ ജൈവ കൃഷിയുള്ളത്. ഒപ്പം 4 ഏക്കർ പാടത്ത് നെൽകൃഷിയുമുണ്ട്. പരമ്പരാഗത നെൽകർഷകനായ ബാലകൃഷ്ണൻ 2 വർഷം മുമ്പാണ് തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞത്. തണ്ണിമത്തനും കുക്കുംബറും ഷമാമുമൊക്കെ കഴിഞ്ഞ വർഷവും 100 മേനി നൽകി. പൊട്ടുവെള്ളരി കൃഷിയിൽ ആദ്യമായാണ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നത്. പൊട്ടുവെള്ളരി കൂടുതലായി കൃഷി ചെയ്യുന്ന ചേർത്തലയിൽ പോയി കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ബാലകൃഷ്ണൻ മാന്നാറിലാദ്യമായി പൊട്ടുവെള്ളരി കൃഷി ഇറക്കിയത്. സൂക്ഷ്മനാരുകൾ അടങ്ങിയിട്ടുള്ള പൊട്ടുവെള്ളരിക്ക് ശരീരത്തിന്റെ താപനില എളുപ്പത്തിൽ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. പൊട്ടുവെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ തിരക്കേറിയ പൊതുപ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അവരുടെയും ഞങ്ങളുടെയും എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലാല്, ഇവർ 3 പേരോട് അടങ്ങുന്ന ഒരു ടീമാണ്. പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് മാന്നാറിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കുവാൻ പറ്റുന്ന നിലയിലുള്ള ഭൂമിശാസ്ത്രപരമായ പ്രകൃതിദത്തമായ എല്ലാ അനുഗ്രഹവും കിട്ടിയ ഒരു മണ്ണുകൂടിയാണ് മാന്നാർ. ഈ പ്രവൃത്തി മാന്നാറിലെ ജനങ്ങൾ ഏറ്റെടുത്ത് എല്ലാ പ്രദേശത്തും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് ഒരു അനുഭവമായിരുന്നു. കാരണം എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ള ഇത് ആ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. എന്നിരുന്നാലും 2ാമത്തെ വർഷം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ വിളവ് നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പിന്നെയും കൂടുതൽ എന്തെങ്കിലുമൊക്കെ കൂടെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഷമാമും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും തണ്ണിമത്തൻ, അതുപോലെ തന്നെ പൊട്ടുവെള്ളരി, ഷമാമ, കുക്കുംബർ, ചീര, പടവലം, പാവല്, പയറ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ലത, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ S ചന്ദ്രകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന സലാം എന്നിവർ പങ്കെടുത്തു. കൃഷിയിലൂടെ വരുമാനം മാത്രമല്ല, ജീവിതത്തിന് ഉണർവും സന്തോഷവും ലഭിക്കുമെന്നാണ് 2ാം തവണയും ഗ്രാമപഞ്ചായത്ത് അംഗമായ ശാന്തിനിയും 2018 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായിട്ടുള്ള ബാലകൃഷ്ണനും പറയുന്നത്. ചെങ്ങന്നൂരിൽ +2 വിദ്യാർത്ഥിനിയായ ദേവി കൃഷ്ണയാണ് ഇവരുടെ മകൾ. CDNet ന്യൂസ്, മാന്നാർ.